ഗൈസ്, അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു ബ്യൂട്ടി ടിപ്പായാലോ? അപ്പോൾ സൗന്ദര്യത്തിൻ്റെ പിറകെ പോണവരല്ല ഇപ്പം എല്ലാവരും ഏജ് ഓവർ കാണിക്കണേന്, ഏജ് കുറക്കാനൊക്കെ ഉള്ള ഓരോരോ ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ആ ക്രീം വാങ്ങി ഈ ക്രീം വാങ്ങിയൊക്കെ ഇങ്ങനെ പല ക്രീമുകളുടെ പിന്നാലെ പോയി പല ക്രീമുകളും വാങ്ങി ക്യാഷ് കളയണ സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. അതിന് നമ്മൾ ക്രീമിന് ക്യാഷും മുടക്കിയത് ഇതൊക്കെ ചെയ്ത് നമ്മൾ കടയിലൊന്നും ചെണ്ടി നടക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ വീട്ടിൽ തന്നെയുള്ള 2-3 ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടായാലും നമുക്കിത് സാധാരണ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ടാട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തൊക്കെയാ നോക്കി, ഞാനിപ്പോൾ ഒരാൾക്കാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒറ്റ പ്രാവശ്യം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് ചോറെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ പഴമില്ലേ, മൈസൂർ പഴം, മൈസൂർ പഴത്തിൻ്റെ ഒരു ഹാഫ് എടുത്താൽ മതി. ഒരാൾക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ മൈസൂർ പഴത്തിൻ്റെ ഒരു ഹാഫ്, ഫുള്ളൊന്നും വേണ്ട, ഒരു ഹാഫ് പഴം എടുത്താൽ നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആട്ടോ. നല്ലോണം പഴുത്ത പഴം എടുക്കണേ, നന്നാവുക. ഞാനെടുത്ത പഴം കുറച്ച് പഴുപ്പ് കുറവ്, നല്ലോണം പഴുത്ത പഴം ബെറ്റർ തന്നെയാണ്. എന്തായാലും ഈ പഴം എടുത്തിട്ട് നമ്മളിത് നല്ലോണം കട്ട് ചെയ്ത് ഈ ചോറിലിട്ട് ഇട്ട് കൊടുക്കുക. മിക്സിയുടെ ചെറിയ ജാറാട്ടം ഞാൻ എടുത്തത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് മിക്സിയിലോട്ട് ഇട്ട് കൊടുത്ത് ഇനി നമുക്കതിലോട്ട് വേണ്ടത് പാലാണ്. സാധാ പശുവും പാലാണ് വേണ്ടത്. നമ്മളിപ്പോൾ കടയിൽ നിന്നല്ല ഇപ്പോൾ പാൽ കൊണ്ടുവരിക. അപ്പോൾ ആ പാല് നമ്മളത് ഒരു പേസ്റ്റ് രൂപത്തിലാകുവാൻ മാത്രം പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ കുറേ പറഞ്ഞിട്ടത് ഒലിച്ച് പോകാനുള്ള പോലെ ഒന്നും ആക്കണ്ട, പേസ്റ്റാക്കി എടുക്കാനുള്ള പാലും കൂടി പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മളിത് നല്ലോണം ഒന്ന് അടിച്ച് കൊണ്ടുവരണം കേട്ടോ. മിക്സിയിലിട്ട് നല്ലോണം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിക്കണേ. പേസ്റ്റ് രൂപത്തിൽ അടിച്ചിട്ട് നമ്മളിത് ബൗളിലോട്ട് മാറ്റണം. ഒരു ബൗളിലോട്ട് തൽക്കാലം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിലൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണേ. നമ്മളിത് അങ്ങനെ ഒഴിച്ചാൽ ഇത് വന്ന് കിട്ടണില്ല. അപ്പോൾ ഞാനിത് ഒരു സ്പൂണ് വെച്ചിട്ട് കോരി ഒഴിക്കണേ. ഇത്തിരിയും കൂടി വേണമെങ്കിൽ ലൂസ് ആക്കണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇതാണ് എൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. വേണമെങ്കിൽ ഇത്തിരി പാലും കൂടി ഒഴിച്ച് പാൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ അത് ലൂസാക്കി എടുക്കാൻ. അല്ലാണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കരുത്, പാൽ ഒഴിച്ചിട്ട് തന്നെ ലൂസാക്കി എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ഈ മിക്സ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് കോഫി പൗഡറാണ് ചേർക്കണത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർക്കണേ. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഞാനൊരു കോഫി, അത് ബ്രൂ കോഫിയാണ്. ബ്രൂ കോഫിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ട് ആ ഒരു പാക്ക് മൊത്തം അതിലെടുക്കണം. നിങ്ങൾ കോഫി പൗഡർ ആയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പിന്നെ ഒരു ടേബിൾ സ്പൂണിൽ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിയതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക മുഖം. എന്നിട്ട് പിന്നെ മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ട് നല്ല തണുത്ത പച്ചവെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കഴുകി ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ഒരു ഏകദേശം 1/2 മണിക്കൂർ വരെ നിങ്ങളുടെ മുഖത്തത് മാസ്കായിട്ട് കിടന്നോട്ടെ. അതിന് ശേഷം നിങ്ങൾ കഴുകിയാൽ മതി. അപ്പോൾ അതേ നമ്മൾ കടയിൽ ക്യാഷ് കൊടുക്കണ്ട, എവിടെയും പോകണ്ട. നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഈ കുഞ്ഞു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഫേസ് മാസ്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാ പാക്കും നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ മേലെ മോയ്സ്ചറൈസർ നമ്മൾ ചെയ്യണമെന്ന് പറയാറ്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഒന്നും വേണ്ട, ഇത് മാത്രം നമുക്ക് ചെയ്യാം. ഈ മാസ്ക് നമ്മൾ മുഖത്തിട്ടാൽ നമ്മൾ ഡ്രൈനെസ് ഒന്നും വരില്ല, സെറ്റാണ് ഇട്ടാൽ നല്ല ഗ്ലോ കിട്ടും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ.